അഹങ്കാരം പിടിച്ച മക്കളുള്ള കാരണന്മാരെ ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളുടെ ജീവിത പങ്കാളി ഭയങ്കര ഒരു അഹങ്കാരിയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. എവുപ്രാസ്യാമ്മ ശിക്ഷണം നൽകിക്കൊണ്ടിരുന്ന അവിടുത്തെ സിസ്റ്റേഴ്സ് ആകാൻ വന്ന കുട്ടികളിൽ ഒരു പെൺകുട്ടി ഭയങ്കരമായി ദൈവനിന്ദ കാണിക്കുന്നവളും എതിർ ചിന്തയുള്ളവളും അമ്മയെ നിന്ദിച്ച് സംസാരിക്കുന്നവളുമായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, സ്വർഗത്തോട് ചോദിച്ചു. സ്വർഗം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാ. പറഞ്ഞു, ഞാൻ മടുത്തു ഈ കൊച്ചിനെ കൊണ്ട്. അവൾക്ക് ഞാൻ പല രീതിയിൽ ശിക്ഷണം കൊടുത്തു നോക്കി, ഒന്നും ഏൽക്കുന്നില്ല, എന്ത് ചെയ്യും? ഉടനെ പരിശുദ്ധ അമ്മ പറഞ്ഞു, എവുപ്രാസ്യേ, നീ ആ കൊച്ചിൻ്റെ തലയിലോട്ട് നോക്കി. നീ കാണുന്നില്ലേ ഒരരൂപി, അഹങ്കാരത്തിൻ്റെ ഒരരൂപി ആ കൊച്ചിൻ്റെ തലയിലിരിക്കുന്ന നീ കാണുന്നില്ലേ? എവുപ്രാസ്യമ്മ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. ഇത് വേറൊരുത്തൻ്റെ പ്രവൃത്തിയാണ്. ഈ കൊച്ച് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടനെ അമ്മ പറഞ്ഞു, പരിശുദ്ധ അമ്മ പറഞ്ഞു, നാളെ ഊട്ടുമുറിയിൽ എല്ലാ കുട്ടികളും വരുമ്പോൾ നീ കൊച്ചിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. സിസ്റ്ററായിട്ടുള്ള എവുപ്രാസ്യാമ്മ ഇന്നലെ സിസ്റ്ററാകാൻ വന്ന ഈ പെങ്കൊച്ചിൻ്റെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, മകളെ, അമ്മയുടെ അഹങ്കാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നോടിങ്ങനെ പെരുമാറാൻ കാരണമാക്കി തീർത്തത്. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് കഠിനമായി പെരുമാറുന്നതിൻ്റെ പിന്നിൽ എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമായിരുന്നു. എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുന്ന ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഇതിന് അർഹയാണ് എന്ന് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ കുറച്ചു മുൻപ് കണ്ട വ്യക്തിയാവില്ല പിന്നെ കാണുന്നത്. ഈ കൊച്ചു ചങ്കത്തടിച്ച് കരഞ്ഞു, അമ്മേ, ഒരിക്കലും ശരിയല്ല അമ്മ പറയുന്നത്, എൻ്റെ ഉള്ളിലെ തിന്മ ഞാൻ കാണുന്നു. എവുപ്രാസ്യാമ്മയുടെ അടുത്ത് പോയിട്ടില്ലേ ഒല്ലൂര്? ആ ഒല്ലൂര് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നതാ. ഒരു ഡെസ്കും ബെഞ്ചും ഒക്കെ ഇട്ട് ഭക്ഷണം കഴിക്കുന്ന മേശയുടെ അവിടെ എവുപ്രാസ്യാമ്മ ഒരു കന്യാസ്ത്രീ നിൽക്കുന്ന കൊച്ചിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ക്ഷമ പറയുന്നത് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ആത്മീയ പാഠങ്ങളായതുകൊണ്ടാ അതൊക്കെ അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്.